നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെക്കൻ സ്വിറ്റ്സർലാൻഡിൽ കൂറ്റൻ മഞ്ഞുമല ഇടിഞ്ഞു വീണ വൻ ദുരന്തം. ബാറ്റൻ എന്ന ചെറിയ ഗ്രാമം ഭാഗികമായി പൂർണ്ണമായും തകർന്നു. അപകട സാധ്യത മുൻകൂട്ടി കണ്ട് ഇവിടെയുള്ള ജനങ്ങളെ ഒഴിപ്പിക്കാൻ സാധിച്ചത് വലിയ ദുരന്തം ഒഴിവാക്കി. അതുകൊണ്ടാണ് വൻ നാശം സംഭവിക്കാതിരുന്നത്. ആൽപ്സ് പർവ്വതനിരകളുടെ താഴ്വാരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിൽ 300ഓളം പേരാണ് താമസിച്ചിരുന്നത്. നിരവധി വീടുകൾ തകർന്നതായും ഒരാളിനെ കാണാതായെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പർവ്വത ചരിവുകളിലൂടെ ശക്തമായ തോതിൽ മഞ്ഞുമലകൾ ഇടിഞ്ഞു വീണതിന്റെ ഭീതിജനകമായ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. സ്വിസ് ദേശീയ മാധ്യമമായ SRF സംപ്രേഷണം ചെയ്ത ഡ്രോൺ ദൃശ്യങ്ങളിൽ ഗ്രാമത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും മണ്ണും ചെളിയും കൊണ്ട് മൂടിയിരിക്കുന്നതായി കാണാൻ കഴിയും. ഇതിനിടയിലൂടെ ഒരു നദി ഒഴുകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സ്വിറ്റ്സർലാൻഡിലെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 3:30 മഞ്ഞുവീഴ്ച ആരംഭിച്ചത്. കാണാതായ വ്യക്തി ഗ്രാമത്തിലെ താമസക്കാരനാണ് എന്ന് ഒരു 60 വയസ്സുകാരനാണ് എന്നും വിവരമുണ്ട്. ഗ്രാമവാസികളെ സ്ഥലത്ത് നിന്ന് നേരത്തെ ഒഴിപ്പിച്ച സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരാൾ മാത്രം എങ്ങനെ അവിടെ അവശേഷിച്ചു എന്ന കാര്യം വ്യക്തവുമല്ല. ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനായി 3 വിദഗ്ധന്മാരെ വിമാനം വഴിയാണ് എത്തിച്ചത്. തെർമൽ ഇമേജിംഗ് ക്യാമറ സംവിധാനമുള്ള ഡ്രോണുകളും സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. എങ്കിലും കാണാതായ വ്യക്തിയെ ഇനിയും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. അതേസമയം ആളപായം ഇനിയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടു കൂടിയാണ് ഹിമാനികൾ പാഞ്ഞെത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. കൂറ്റൻ മഞ്ഞുമലകളാണ് ഗ്രാമത്തിലേക്ക് മിന്നൽ വേഗത്തിൽ എത്തിയത്. തങ്ങളുടെ ഗ്രാമം തന്നെ നഷ്ടപ്പെട്ടതായി ബാറ്റാലിലെ മേയറായ മാറ്റിയാസ് ബെൽവാഡ് മാധ്യമങ്ങളിൽ പറയുകയാണ്. മേഖല ആകെ തകർന്നു കിടക്കുകയാണെന്നും ഗ്രാമം പുനർനിർമ്മിക്കുമെന്നും മേയർ അറിയിച്ചിട്ടുണ്ട്. ഗ്രാമത്തിന്റെ 90% മണ്ണിടിച്ചിൽ മുങ്ങിപ്പോയതായിട്ടാണ് ഉദ്യോഗസ്ഥരും വ്യക്തമാകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കാരണമാണ് മഞ്ഞുമലകൾ ഇടിഞ്ഞു വീഴുന്നത് എന്നാണ് വിദഗ്ധർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ആൽപ്സ് പർവ്വതനിരകളിലെ കഠിനമായ ചൂടിന് ഇതാണ് കാരണമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വിറ്റ്സർലാൻഡിൽ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ്. 1.5 ദശലക്ഷം ഘനമീറ്റർ പാറ ഇതിനോടകം തന്നെ മലഞ്ചെരുവിലേക്ക് ഇടിഞ്ഞു വീണതായി വിദഗ്ധർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പലരും ഇനി ഒരിക്കലും തങ്ങളുടെ വീടുകൾ കാണാൻ കഴിയില്ലല്ലോ എന്ന നിരാശയിലാണ്. ഈയിടെ സ്വിറ്റ്സർലാൻഡിലെ മറ്റൊരു മേഖലയിൽ ഉണ്ടായ ഹിമാനിയിൽ ഈ സ്കീക്കിങ്ങിൽ ഏർപ്പെട്ടിരുന്ന 5 പേർ മരിച്ചിരുന്നു. ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവർ ഏത് നാട്ടുകാരെന്ന കാര്യം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല.